നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കുളിക്കൽ നല്ലതല്ലാത്ത 2 സമയങ്ങളുണ്ട്. ആ സമയങ്ങൾ ഏതൊക്കെയാണ്? നമുക്ക് കുളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ വിശദമായി പരിശോധിച്ചു നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരവും വസ്ത്രവും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കുക എന്നത് വലിയ പ്രതിഫലാർഹമായ സുന്നത്തായ കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഭൗതികമായും ആത്മീയമായും നേട്ടങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം നമുക്ക് ലഭിക്കും. എപ്പോഴും നമ്മുടെ ശരീരം വൃത്തിയായി സൂക്ഷിക്കണം. നമ്മുടെ വസ്ത്രം വൃത്തിയുള്ള വസ്ത്രങ്ങൾ നമ്മൾ ധരിക്കണം. വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ അത് നമ്മുടെ ടെൻഷൻ കുറക്കാൻ കാരണമാകുമെന്നാണ്. നമ്മുടെ ടെൻഷനൊക്കെ കുറക്കാൻ അത് കാരണമാകും. അതുപോലെ തന്നെ സുഗന്ധം നമ്മൾ ഉപയോഗിക്കണം. സുഗന്ധം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ബുദ്ധി വർദ്ധിക്കാൻ അത് കാരണമാകുമെന്നാണ്. എപ്പോഴും നല്ല വൃത്തിയുള്ള സുഗന്ധത്തോടു കൂടി നടക്കുമ്പോൾ നമുക്ക് നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും, ജോലികളിലും പഠനങ്ങളിലും എല്ലാ കാര്യങ്ങളിലും നമുക്ക് വലിയ ഉന്മേഷം ലഭിക്കാൻ അത് കാരണമാകും. അതിലൊക്കെ നമുക്ക് വിജയം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് എപ്പോഴും സുഗന്ധം ഉപയോഗിച്ച് നല്ല വസ്ത്രം ധരിച്ച് നടക്കുക. വൃത്തിയുള്ള സ്ഥലത്തെ അള്ളാഹുവിൻ്റെ മലക്കുകൾ വരികയുള്ളൂ. ദുർഗന്ധമുള്ള സ്ഥലത്ത് വരുന്നത് പിശാചാണ്. അത് നമ്മുടെ ശരീരമാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ വീടാണെങ്കിലും നമ്മുടെ ജോലി സ്ഥലമാണെങ്കിലും നമ്മുടെ മറ്റു പരിസര പ്രദേശങ്ങളാണെങ്കിലും നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള സ്ഥലങ്ങളാണെങ്കിലും എവിടെയും നമ്മൾ വൃത്തി ഉണ്ടായിരിക്കണം. ദുർഗന്ധമുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നത് പിശാചാണ്. അതുകൊണ്ട് നമ്മുടെ വീടിനകത്തെ റൂമുകളിലോ നമ്മുടെ ശരീരത്തിലൊക്കെ ദുർഗന്ധം ഉണ്ടാക്കുന്നത് നമ്മൾ ഒഴിവാക്കണം. എപ്പോഴും നല്ല വസ്ത്രം ധരിക്കണം. നമ്മൾ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ മറ്റുള്ളവർക്കാണ് അതുകൊണ്ടുള്ള ദ്രോഹം, മറ്റുള്ളവർക്ക് വലിയ ഇറിറ്റേഷൻ, അത് വലിയ ബുദ്ധിമുട്ടായി മാറും. അതുകൊണ്ട് തന്നെ നല്ല ശുദ്ധിയുള്ള വസ്ത്രം നമ്മൾ ധരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തെ വൃത്തിയായി ശുദ്ധിയായി നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ ശരീരത്തിലെ അഴുക്കുകൾ നമ്മൾ നീക്കിക്കളയണം. അതിൻ്റെ ഭാഗമാണ് കുളി എന്ന് പറയുന്നത്. കുളി സുന്നത്തായ കാര്യമാണ്. ശരീരത്തിലെ അഴുക്കുകൾ നീക്കാൻ വേണ്ടി കുളിക്കുക എന്ന് പറഞ്ഞാൽ അത് സുന്നത്താണ്. നമ്മൾ കുളിക്കുന്ന സമയത്ത് ലാഘവത്തോടു കൂടി അങ്ങ് കുളിക്കുകയാണ് ചെയ്യാറ്. കുളിക്കുമ്പോൾ എപ്പോഴും നമ്മൾ നിയ്യത്തിനെ കരുതണം. കുളി എന്ന സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് എന്ത് ചെയ്യുക, കരുതുക. അപ്പോൾ ആ സുന്നത്തിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കും. എപ്പോഴും ആ നിയ്യത്തിനെ നമ്മൾ കരുതണം. അതുപോലെ തന്നെ വെള്ളിയാഴ്ചയിലെ കുളിയൊക്കെ വലിയ പുണ്യമുള്ള വലിയ സുന്നത്തായ കുളിയാണ്. വെള്ളിയാഴ്ചയിലെ കുളിയൊക്കെ പറയുന്നത് വെള്ളിയാഴ്ച അതുപോലെ തന്നെ വ്യാഴാഴ്ച ഒക്കെ നഖം വെട്ടുക, അതുപോലെ തന്നെ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ അതിരാവിലെ കുളിച്ചുകൊണ്ട് പള്ളിയിൽ പോയി കഹ്ഫ് സൂറത്തൊക്കെ ഓതിയാൽ നമുക്ക് വലിയ പുണ്യം അതിലൂടെ കരസ്ഥമാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, കുളിക്കുമ്പോൾ എന്ത് ചെയ്യുക, പ്രത്യേകം നിയ്യത്തിന് ഞാൻ കരുതുക. വെള്ളിയാഴ്ച കുളിക്കുമ്പോൾ വെള്ളിയാഴ്ചയിലെ സുന്നത്ത് കുളിയെ ഞാൻ കുളിക്കുന്നതെന്ന് എന്ത് ചെയ്യുക, പ്രത്യേകം നിയ്യത്ത് കരുതുക. ആ നിയ്യത്ത് കരുതുമ്പോഴാണ് നമുക്ക് പ്രതിഫലം ലഭിക്കുന്നത്. നിയ്യത്ത് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. നിയ്യത്തിനെ നമ്മൾ നാവ് കൊണ്ട് ഉച്ചരിക്കൽ അത് സുന്നത്താണ്. ഹൃദയത്തിലുണ്ടാകലാണ് നിർബന്ധമായിട്ടുള്ള കാര്യമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മുടെ ശരീരവും വസ്ത്രവും ഒക്കെ എപ്പോഴും നമുക്ക് വൃത്തിയോടുകൂടെ ശുദ്ധിയോടുകൂടെ നമ്മൾ സൂക്ഷിക്കണം. ഇനി കുളിക്കാൻ നല്ലതല്ലാത്ത 2 സമയങ്ങളുണ്ട്. ഈ സമയങ്ങൾ സ്ഥിരമായി കുളിക്കുന്നതാണ് പ്രശ്നം. സ്ഥിരമായി എപ്പോഴും ആ സമയങ്ങളിൽ കുളിക്കുക. എന്തെങ്കിലുമൊക്കെ അത്യാവശ്യ ഘട്ടങ്ങളിൽ, സാഹചര്യങ്ങളിൽ ആ സമയങ്ങളിൽ കുളിക്കുന്നതുകൊണ്ട് വിരോധമില്ല. പക്ഷെ സ്ഥിരമായിട്ട് ആ സമയങ്ങളിൽ തന്നെ കുളിക്കുക എന്നുള്ളത് നമ്മൾ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ്. മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഷർവാനിയിലും ബുജൈരിമിയിലും അതുപോലെ തന്നെ മുഗനി മുഹ്താജിലൊക്കെ കാണാൻ സാധിക്കും. ഖുബൈലൽ ഉറൂബി വബൈനൽ ഇശാഇ, സൂര്യൻ അസ്തമിക്കുന്ന ആ സമയം, അതുപോലെ തന്നെ ഇശാ മഗ്രിബിന്റെ ഇടയിലുള്ള ആ സമയങ്ങളിൽ കുളിക്കൽ നല്ലതല്ല എന്ന് മഹത്തുക്കൾ നമ്മൾ പഠിപ്പിക്കുകയാണ്. സ്ഥിരമായി കുളിക്കുന്നതാണ് ആ സമയങ്ങൾ, അത് പ്രത്യേകം നമ്മൾ ഓർമ്മ വെക്കണം. ഒരു സ്ത്രീക്ക് ഹൈദ് രക്തം ആ സമയത്താണ് നിലച്ചത്, അപ്പോൾ കുളിക്കുന്നതുകൊണ്ട് വിരോധമില്ല. അതുപോലെ തന്നെ പ്രത്യേക സാഹചര്യങ്ങളിൽ കുളിക്കുന്നതുകൊണ്ട് വിരോധമില്ല. സ്ഥിരമായി ആ സമയങ്ങളിൽ കുളിക്കുന്നത് നല്ലതല്ല എന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്. എന്താണ് ആ സമയത്തിന്റെ പ്രശ്നം? അന്നഹു വഖ്തു ഇന്തിശാരി ശയാത്തീൻ, ആ സമയത്ത് ശൈത്താന്മാർ വ്യാപിക്കുന്ന സമയമാണ്. ആ സമയത്ത് ടോയ്ലറ്റിലേക്ക് പോവുക, അതുപോലെ തന്നെ കുളിപ്പുരയിലേക്ക് പോവുക, അതൊന്നും നല്ലതല്ല എന്ന് മഹത്തുക്കൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിലെ കുളി പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. ആ
ഇശാ മഗ്‌രിബിന്റെ ഇടയിലുള്ള ആ സമയം, ആ സൂര്യൻ അസ്തമിക്കുന്ന സമയമൊക്കെ എന്ന് പറഞ്ഞാൽ ശൈത്താന്മാർ വ്യാപിക്കുന്ന സമയമാണെന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. വീടുകളുടെ വാതിലുകൾ അടച്ചു വെക്കണം, കുട്ടികളെ വീട്ടിൽ പിടിച്ചു വെക്കണം, ആ സമയങ്ങളിൽ പുറത്തു വിടരുത് എന്നൊക്കെ പറയുന്ന ഹദീസുകൾ നാം മുന്നേ പല വീഡിയോകളിലും ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. ആ സമയങ്ങളിൽ കുളി പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. പരമാവധി നേരത്തെ കുളിക്കുക, അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല വൃത്തിയും ശുദ്ധിയും ഉള്ളവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ആത്മീയമായ ശുദ്ധിയും വിശുദ്ധിയും അള്ളാഹു നൽകട്ടെ. നമ്മുടെ ഹൃദയങ്ങൾ അള്ളാഹു സംശുദ്ധീകരിക്കട്ടെ. ഹൃദയത്തിലെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി നൽകട്ടെ. നമ്മുടെ ടെൻഷനും ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി അള്ളാഹു നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഖൈർ പ്രദാനം ചെയ്യട്ടെ. നമുക്ക് എല്ലാ കാര്യങ്ങളും അള്ളാഹു വിജയം പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.